ജില്ലയിൽ സംഘടനാ രംഗത്ത് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ കാലവും ചരിത്രമുള്ള ഒരു കാലം ജനഹൃദയങ്ങളിലുണ്ടാകും. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനം. ഒന്ന്, വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ നിശ്ചയദാർഢ്യം, ഒരു പൊതുപ്രവർത്തകനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള ചില യോഗ്യതകൾ അടിസ്ഥാനപരമാണ്. ആ അടിസ്ഥാനപരമായ യോഗ്യതകളൊക്കെ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. പൊതുപ്രവർത്തകരുടെ ഇടയിൽ പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള നിലപാട് കാത്തു സൂക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളിലും അതോടൊപ്പം മറ്റ് വിവിധ വിഷയങ്ങളും ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങളിലെല്ലാം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ വീക്ഷണം ഉയർത്തിപ്പിടിക്കാനും ഒപ്പം അതിൻ്റെ ചട്ടക്കൂട് ഉയർത്തിപ്പിടിക്കാനും അതിൽ വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാനും പരിശ്രമിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ ഭീഷണികൾക്കോ വശംവദനാവാതെ മുന്നോട്ട് പോകുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും ത്യാഗമനോഭാവത്തിൻ്റെയും എല്ലാം ഉന്നതമായ രൂപം അദ്ദേഹത്തിൽ കാണാൻ കഴിയും. എല്ലാ പ്രശ്നങ്ങളിലും സമയുക്തതയോടെ, സഹിഷ്ണുതയോടെ, സംയമനത്തോടെ ആ വിഷയം കൈകാര്യം ചെയ്യുന്ന രംഗത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വമാണ് പ്രകടിപ്പിച്ചിരുന്നു. പരസ്പരം ആശയവിനിമയം നടത്തി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയങ്ങൾ ആ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പരസ്പരം ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമായിരുന്നു. ഏത് ഘട്ടങ്ങളിലും ഏത് നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തും. അതിലേതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ കൃത്യമായി അത് തിരുത്തും. ആ മനോഭാവവും എല്ലാത്തിലും തികഞ്ഞവൻ ഞാനെന്ന അർത്ഥമല്ലാതെ കൃത്യമായി അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനുണ്ടായിരിക്കേണ്ട നേതൃത്വപരമായ ഗുണം എല്ലാം അനുസരിച്ചുകൊണ്ട് അഹങ്കാരത്തിൻ്റെയോ ധിക്കാരത്തിൻ്റെയോ ശൈലികളില്ലാതെ മുന്നോട്ട് പോകുന്ന സമീപനമായിരുന്നു എല്ലായ്പ്പോഴും. അതുകൊണ്ട് തന്നെ ഇടപെടുന്നവർക്കൊക്കെ വിട്ടുപിരിയാനാവാത്ത സൗഹൃദം തീർത്തുകൊണ്ടായിരുന്നു റസൽ എല്ലായ്പ്പോഴും തൻ്റെ സൗഹൃദ വലയം ഊട്ടി ഉറപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലായിരുന്നാലും യൗവന തീക്ഷ്ണത ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലെ യോജിച്ച സമരമുഖങ്ങളിലെ സാന്നിധ്യങ്ങളായിരുന്നാലും പിന്നീട് ഇങ്ങോട്ട് വർഗപ്രസ്ഥാനങ്ങളുടെ നേതൃത്വനിലയിലും അതുപോലെ CPIഎമ്മിൻ്റെ നേതൃത്വനിലയിലും എല്ലാം പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള എല്ലാ സൗഹൃദ വലയങ്ങളും അദ്ദേഹത്തോടൊപ്പം അന്ത്യയാത്രയിൽ വരെ അനുഗമിക്കാൻ മുന്നോട്ട് വന്ന് നാം കാണുകയുണ്ടായി. നമ്മുടെ നാടാകെ ഏറ്റവും വലിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് വികാരനിർഭരമായ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്ന രംഗത്ത് ഇരമ്പിയാർത്ത ഒരു ജനസമൂഹത്തെ നാം കാണുകയുണ്ടായി. അങ്ങനെ എല്ലാ നിലയിലും സഖാവ് AB റസലിൻ്റെ വേർപാട് ഈ ജില്ലയിലെയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലെയും ബഹുജന പ്രസ്ഥാനത്തിനും വർഗപ്രസ്ഥാനത്തിനും വിശിഷ്യ CPIഎമ്മിനും കനത്ത ആഘാതം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ വേർപാട് നമ്മളെല്ലാ വേർപാടുകളും തീരാ നഷ്ടമാണെന്ന് പറയുന്നെങ്കിലും പക്ഷേ ഇത് നമുക്ക് വളരെ കനത്തതായി നമുക്ക് വലിയ രൂപത്തിൽ ഞെട്ടലുളവാക്കുന്നൊരു വേർപാട്, നമുക്ക് വലിയ രൂപത്തിൽ നഷ്ടം സംഭവിക്കുന്നൊരു വേർപാട് സമീപകാലത്തൊന്നും അദ്ദേഹത്തിൻ്റെ വേർപാടിനെ സംബന്ധിച്ച് ഉള്ള വിഷമങ്ങൾ നമ്മുടെ ഒന്നും മനസ്സിൽ നിന്നുമായില്ല. അത്രത്തോളം അത് യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ അനുസ്മരണ സമ്മേളനത്തിലെല്ലാം പങ്കെടുക്കുന്നത്. ആ നിലയിൽ സഖാവ് AB റസലിൻ്റെ അകാലത്തിലുള്ള ആകസ്മികമായ ഈ വേർപാട് എല്ലാ അർത്ഥത്തിലും നമ്മളെല്ലാം വേദനിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു. സഖാവിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി നമ്മുടെ രക്തപതാക ഞങ്ങൾ താഴ്ത്തിക്കെട്ടുന്നു. നന്ദി, നമസ്കാരം. ഉൾപ്പെടെയുള്ളവരുടെ അനുമതിയോടുകൂടിയാണ് സമരത്തിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ 5 മണിക്ക് തീരുമാനിച്ചത്. അപ്പോൾ അവിടെ നാളുകൾ വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ പ്രിയങ്കരമായ റസലിനെ അനുസ്മരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും റസലിനെ കുറിച്ച് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. റസലുമായി അടുത്തിടപെട്ടിട്ടുള്ള എല്ലാവർക്കും റസലിനെ കുറിച്ച് പറയാനായിട്ട് 100 കാര്യങ്ങളുണ്ട്. അത് CPM പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, റസലിനെ പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും. പുറമേ നോക്കുമ്പോൾ റസല് എപ്പോഴും കളിയും ചിരിയൊന്നുമില്ല, ഒരു ഗൗരവക്കാരനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും റസലുമായിട്ട് അടുത്തിടപെടുമ്പോൾ റസൽ ഒരു സൗമ്യനായ ശാന്തനായ മനുഷ്യനായി മാറുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ നടന്ന അനുശോചന യോഗത്തിൽ പറഞ്ഞതുപോലെ റസലും ഞാനും വളരെയേറെ വർഷത്തെ നല്ല സുഹൃത്തുക്കളായി. ആ ബന്ധം ഞങ്ങൾ നന്നായി അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി പല രാഷ്ട്രീയ സംവാദങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ
ഏറ്റവും സൗമ്യനായിട്ടാണ് റസൽ അവിടെയൊക്കെ സംസാരിക്കുന്നത്. മാത്രമല്ല, ഞാൻ റസൽ സംവാദങ്ങളിലൊക്കെ വരുമ്പോഴും അതേപോലെ റസലിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വായനയും പരന്ന വായനയും ആർജിച്ചിട്ടുള്ള അറിവും അത് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും. അത് എത്ര ചിട്ടയോടുകൂടി എത്ര ഭംഗിയോടുകൂടിയാണ് ആ വിഷയങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റ് പാർട്ടികളിൽപ്പെട്ട ഞാൻ ഉൾപ്പെടെയുള്ളവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളൊക്കെ വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരും ഒക്കെയാണ്. അപ്പം മറ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകളോടാണെങ്കിലും അദ്ദേഹത്തിന് വലിയ സൗഹൃദമുണ്ടായിരുന്നു. രാഷ്ട്രീയ വ്യത്യാസം അദ്ദേഹത്തിന്റെ സൗഹൃദത്തിൽ ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. അവരെ മാനിക്കുന്ന വലിയൊരു മനസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. രാഷ്ട്രീയ മാന്യത എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ കടന്നു പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ചില അനുഭവങ്ങൾ പങ്കുവച്ചായിരുന്നു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. രാഷ്ട്രീയ മാന്യതയുടെ ആൾരൂപമായിരുന്നു റസലെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. റസലിന്റെ വേർപാട് അറിഞ്ഞപ്പോൾ മുതൽ ഓടിയെത്തിയ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ അവർ CPM പ്രവർത്തകർ മാത്രമായിരുന്നില്ല, സമൂഹത്തിന്റെ വിവിധ പുറകിലുള്ള ആളുകളായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വേർപാട് അറിയുമ്പോൾ അതേപോലെ ആളുകൾ ഓടിക്കൂടണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അന്ന് റസലിന്റെ മൃതശരീരം ചിതയിലേക്ക് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അന്ന് റോഡ് മുഴുവൻ നിറയ്ക്കും ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു. പക്ഷെ സമയപരിമിതി മൂലം പെട്ടെന്ന് തന്നെ മൃതദേഹം എടുക്കേണ്ടതായിട്ട് വന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമുക്ക് നഷ്ടപ്പെട്ടത് നല്ല ഒരു രാഷ്ട്രീയ നേതാവിനെയും നല്ല ഒരു സുഹൃത്തിനെയും നല്ല ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെയുമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ ജീവിക്കുമ്പോഴും ഞങ്ങളെപ്പോലെയുള്ള ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരുമായി അദ്ദേഹം കാണിച്ചിട്ടുള്ള വലിയ അടുപ്പം ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സംഘടനാപരമായി ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ അതൊന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് അത്ര വലിയ എന്നെ സ്പർശിച്ച ഒന്നായിരുന്നു. ഞങ്ങള് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം നടത്തുമ്പോൾ ഞങ്ങളുടെ വലിയ പരിപാടിയാണ്. അതിന്റെ 2 ദിവസം കഴിയുമ്പോൾ കേരള സർക്കാരിന്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റ് ഹൗസിന്റെ മൈതാനത്തേക്ക് വരുന്ന ഭാഗത്ത് വലിയൊരു മതിൽ, ആ മതിലിന്റെ അളവെടുത്ത് ആ മതിലിന്റെ വലിപ്പത്തിൽ അവിടെ ഒരു ബോർഡ് വെക്കുന്നതിന് ഞാൻ ആളുകളെ ഏൽപ്പിച്ചിരുന്നു. ഇതുകൊണ്ട് വെക്കാൻ വന്നപ്പോൾ അവിടെ CPMന്റെ ബോർഡ് വെച്ചിരുന്നു. അപ്പൊ ഞാനിവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവരൊരു ബുദ്ധിമുട്ട് പറയും. അപ്പൊ തന്നെ ഞാൻ റസലിന് വിളിച്ചു. ഞാൻ പറയുന്നു, ഞാനത് എപ്പോൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ മാന്യതയുടെ മുഖമായിരുന്നു റസൽ എന്ന് പറയുന്നത്. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. ആദ്യം അത് എന്നോട് നിരസിച്ച് പറഞ്ഞ CPM പ്രാദേശിക നേതൃത്വം തന്നെ എന്നെ വന്ന് എൻ്റെ അടുത്ത് വരികയും ആ ബോർഡ് അവിടുന്ന് മാറ്റിയിട്ട് ഞങ്ങളുടെ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ അതെടുത്ത് മാറ്റി CPMന്റെ ബോർഡ് ഞാൻ അവിടെ തിരിച്ചു വെച്ചു കൊടുത്തു. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ഒരു മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല. അത് പറഞ്ഞാൽ അത് പരസ്യമായിട്ട് എനിക്ക് പറയുന്നതിനകത്ത് യാതൊരു മടിയുമില്ല കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ റസലിന്റെ മാത്രം ഒരു പ്രത്യേകതയായിരുന്നു. റസലിന്റെ മാത്രമുള്ള ഒരു മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഒരു മാന്യതയുടെയും മുഖമായിരുന്നു അത്. പ്രിയപ്പെട്ട റസൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതനായിരുന്നു. റസലിന്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല എല്ലാവരെയും വേദനിപ്പിക്കുകയാണ്. അദ്ദേഹവുമായിട്ടുള്ള ആ സൗഹൃദവും ബന്ധവും എക്കാലവും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവചനമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നിർവഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖാന്തരായിരിക്കുന്ന CPM പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പാർട്ടിയും പങ്കുചേരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹിതരെ, സഹോദരീ സഖാവ് റസലിന്റെ ആ വേർപാട് ഒരു ഞെട്ടലോടുകൂടിയാണ് ഞാൻ ശ്രമിച്ചത്. ആ യാഥാർത്ഥ്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം മരണമടയുന്നതിൻ്റെ തലേ ദിവസം 20-ാം തീയതി
ഞാൻ ചെന്നൈയിൽ അദ്ദേഹം താമസിക്കുന്ന ഇടത്തിൽ ഫോൺ വിളിച്ചു വേഗമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ നാളുകളായി കണ്ടിട്ട് ഞാൻ ചെന്നൈയിലേക്ക് വരികയാണ് അദ്ദേഹത്തിനെ കാണാൻ മാത്രമായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് സന്തോഷത്തോടെ കാണാൻ ഒരു കുഴപ്പമില്ല, പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ 21-ാം തീയതി രാവിലെ എനിക്ക് അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയോടുകൂടി ഞാൻ എത്തും, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യുകയും എയർപോർട്ടിൽ ചെല്ലുകയും ഫ്ലൈറ്റിൽ കയറി ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ വാർത്ത, ചെക്ക് ഇൻ ചെയ്ത് ഫ്ലൈറ്റിലിരിക്കുമ്പോഴാണ് എനിക്ക് കിട്ടിയ വാർത്ത അദ്ദേഹം വേർപെട്ടു പോയി എന്നത്. അത് പറഞ്ഞത് മറ്റാരുമല്ല, അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അവിടെയുണ്ട ഉദ്യോഗസ്ഥന, ഹോട്ടലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ. ഞാൻ അവരെ രാവിലെ വിളിച്ചിരുന്നു, ഇങ്ങനെ വരും, ഞാൻ വരുന്നുണ്ട്, കൺഫേം ചെയ്യുക എന്ന് പറഞ്ഞ് അവർ പ്രസിഡന്റ് അടുത്ത് പറയുകയും സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും അല്ലെങ്കിൽ അത് പറയുകയും തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും കാണാമെന്ന് എനിക്ക് മറുപടി നൽകുകയും ചെയ്തു. ഒരാൾ നേരിട്ട് ആ സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു, തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ആ ലിഫ്റ്റിൽ കയറുമ്പോഴാണ് കുഴഞ്ഞു വീണത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അവിടെ ചെന്നു ബോഡി എംബാം ചെയ്യാനായിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വൈഫിനെയും മകളെയും കണ്ടു. തിരിച്ച് ഞാൻ ഇവിടെ വന്ന ഈ ശുശ്രൂഷയിൽ ചടങ്ങിലൊക്കെ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ പറയാൻ കാരണം ആ സ്വരം, അവസാനത്തെ സ്വരം അതിപ്പോഴും മനസ്സിൽ മുഴങ്ങുന്നുണ്ട്. റസലിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഓർമ്മ എന്താണ്, ആ ചിത്രം എന്താണ്, എൻ്റെ മനസ്സിലേക്ക് വ്യക്തിഗതമായി വരുമ്പോൾ അന്നേ ദിവസം ദേശാഭിമാനിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പടമുണ്ട്. ആ ചിത്രം തന്നെയാണ് ഏത് കാലത്തും എപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു യോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ മുണ്ടിൻ്റെ തുമ്പിൽ ആ മുണ്ട് മടക്കി കൈപിടിച്ച് ഒറ്റയ്ക്ക് കയറി വരുന്നു, ഒരു ചിരിയോടുകൂടി, പക്ഷേ ഒരു ചങ്കുറ്റത്തോടുകൂടി കയറി വരുന്നു എന്നതാണ്. പക്ഷെ ആ പടത്തിൽ ആ ചങ്കുറ്റവും പുഞ്ചിരിയും അതോടൊപ്പം തന്നെ ഒരു എളിമയും ഒരു സന്തോഷവും അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിന് എപ്പോഴും സംസാരിക്കുമ്പോൾ, ഏത് വിഷയം സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസോടുകൂടിയാണ്. അതിനകത്തൊരു അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ഒരു ചങ്കൂറ്റമാണ്, ഒരു കൺവിക്ഷനാണ്, ഒരു ബോധ്യമാണ്. അവിടെ നമ്മളൊരു കാര്യം അത് തന്നെയാണ് നമ്മളുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ഞാൻ അദ്ദേഹമായി പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴും. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം, നമുക്കറിയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒരു മുന്നണിയുടെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ മാറുന്നത്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ അദ്ദേഹം ഈ പ്രദേശത്തിൻ്റെ കോട്ടയം ജില്ലയുടെ ചാർജ് എടുത്ത് കഴിയുമ്പോൾ, അത് എടുത്തു കഴിഞ്ഞ് നമുക്കറിയാം ഒരു മുന്നണിയുടെ ഭാഗമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വന്നു കഴിയുമ്പോൾ കേരള സംസ്ഥാനത്ത് പൊതുവെയും അതുപോലെ തന്നെ നമുക്ക് ഈ ജില്ലയിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ പല കാര്യങ്ങളിൽ ഇടപെടേണ്ടവരും ചർച്ച ചെയ്യേണ്ടവരും. അതൊരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകട്ടെ, ഒരു ബൈ ഇലക്ഷൻ ആകട്ടെ, ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പാകട്ടെ, സംഘടനാ പരിപാടികളാകട്ടെ, ഒരു സമ്മേളനമാകട്ടെ, പല കാര്യങ്ങളിലും സെക്രട്ടറിയുമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും ഞങ്ങളെടുക്കുന്ന തീരുമാനമല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനത്തിൽ ചിലപ്പോൾ ചില വെട്ടുവീഴ്ചകൾ അപ്പുറത്ത് CPM ചെയ്യേണ്ടി വരും.
ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും. പക്ഷെ അവിടെയെല്ലാം കൃത്യമായി ബോധ്യത്തോടുകൂടി ഡിപ്ലോമസിയോടുകൂടി തീരുമാനമെടുത്ത ഒരു വേദന ഉണ്ടാകാതെ അതെല്ലാം പരിഹരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരും പറയുന്ന പോലെ പൊതുപ്രവർത്തന രംഗത്ത് വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് CPM ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ വ്യക്തിപരമായി ഞാൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയ നമ്മുടെ ആ മുന്നണിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു നഷ്ടം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്. ഞാനത് തുറന്നു പറയുക. കാരണം അത്രമാത്രം ആ ഏത് സിറ്റുവേഷനിലും അതിനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത്. ഇവിടെ പോരാട്ടങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. ആ ചിത്രവും ആ പടവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ അകത്തുള്ളത് തന്നെയാണ് പുറത്തും. അടുത്ത് ചെന്ന ഇളമിയുണ്ട്, പുഞ്ചിരിയുണ്ട്, നൃത്യശാസ്ത്രീയം ഒരു വളരെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എടുക്കുന്ന തീരുമാനം ഉറച്ചതുള്ളതാണ്, ബോധ്യമുള്ളതാണ്. അദ്ദേഹത്തിന് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന പോലെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്, രാഷ്ട്രീയക്കാരനാണ്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടെ, യുവജന രാഷ്ട്രീയത്തിൽ കൂടെ, തൊഴിലാളി രാഷ്ട്രീയത്തിൽ കൂടെ ഇന്ന് പൊതുരാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എങ്ങനെയാണ് ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് കൃത്യമായി ആ പരിപാടികളൊക്കെ നടത്തുന്നത് എന്ന് ഒരു ചങ്ങനാശ്ശേരിക്കാരൻ എന്ന നിലയ്ക്ക് ചങ്ങനാശ്ശേരിയിലെ ML ജോമൈക്ക് ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ അത് കൃത്യമായി ചർച്ച ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഇന്ന് തീർച്ചയായും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്. അത് തീർച്ചയായും നമ്മളെ നയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് അനുസ്മരണയ്ക്ക് മുമ്പ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് നിർത്തുന്നു. നന്ദി. സദസ്സിലും വേദിയിലുള്ള പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട റസൽ മുടങ്ങില്ല, ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാൻ റസലിനെ കാണുന്നതും റസലിനെ മനസ്സിലാക്കുന്നതും ആശയപരമായ ഉറപ്പുള്ള ഒരു നേതാവ്, ആശയപരമായി സാഠ്യമുള്ള ഒരു നേതാവ്, പക്ഷേ ദുസ്സാഠ്യങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു നേതാവ്, എല്ലാ പൊതുപ്രവർത്തകരെയും സ്നേഹത്തോടെ വീക്ഷിക്കാൻ കഴിയുന്ന ഒരു നേതാവ്, എല്ലാ പൊതു ഇടങ്ങളിലും പൊതുവിഷയങ്ങളിലും ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരു നേതാവ്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ ചർച്ചകളിൽ ഇന്നത്തെ പലപ്പോഴും പല ചർച്ചകളും ആവേശം മൂത്ത് ചർച്ച കാണാനോ കേൾക്കാനോ പറ്റാത്ത തരത്തിലാവുമ്പോൾ ചർച്ചകളിൽ വളരെ സൗമ്യനായി ഇടപെടുന്ന ആൾ CPIM-ന് ഒരു നഷ്ടമാണ്. കോട്ടയത്തെ പൊതു ഇടങ്ങൾക്ക്, പൊതു ജീവിതങ്ങൾക്ക് ഒരു നഷ്ടമാണ്. ആ നഷ്ടത്തിൽ, ആ ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടി BJP-യും പങ്കുചേരുന്നു. കോട്ടയത്തെ CPM സഖാക്കന്മാരുടെ വേദനയും റസലിൻ്റെ കുടുംബത്തിൻ്റെ വേദനയും ഞങ്ങൾ പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഈ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രിയപ്പെട്ട സ്വാഗത സുഹൃത്തുക്കൾ, കവി ഹുസൈൻ ഒരു ഓർമ്മയായി കഴിഞ്ഞു. CPIM-നെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിജയവും മൂലം ഉണ്ടായിട്ടുണ്ട്. CPM-ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോളം ജില്ലയിലെ അതിൻ്റെ സംഘാടനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന നേതാവായിരുന്നു സവർസൽ. LDF-മായി ബന്ധപ്പെട്ട്
വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പൊതു പരിപാടി ആണ് ഞാൻ അദ്ദേഹവുമായി അവസാനം നേരിട്ട് പങ്കെടുത്തു. ഹ്രസ്വമായൊരു പ്രസംഗം നടത്തിയാണ് അദ്ദേഹം പിരിഞ്ഞത്. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം രോഗത്തിന് ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് ഉണ്ടെങ്കിലും ദീർഘമായി പ്രസംഗം നടത്തുന്നില്ല എന്ന് CPM ഒരു പ്രവർത്തകനിൽ ഞാൻ മനസ്സിലാക്കി. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന റസൽ വളരെ പെട്ടെന്നാണ് യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട രംഗത്ത് ശ്രദ്ധേയമായ നേതൃത്വത്തിലേക്ക് ഉയർന്നത്. തുടർന്ന് ട്രേഡ് യൂണിയൻ രംഗത്തും അതിനുശേഷം പാർട്ടിയുടെ സംഘടനാ ചുമതലയിൽ എല്ലാം എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ മുൻകൈയും സംഘടനാ പാഠവും കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. CPM പോലെ വലിയൊരു പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് 60 വയസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രകാരം അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവുമാണ്. ഏത് പ്രശ്നത്തിലും തൻ്റെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഉള്ള അന്തസ്സ് കാത്തു സൂക്ഷിച്ച് ആ പ്രശ്നങ്ങളിൽ ഇടപെടാവൂ എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ. ഏത് പ്രശ്നവും ആ നിലയ്ക്കാണ് അദ്ദേഹം കൈകാര്യം. ഞാൻ വളരെ ദീർഘകാലമായി കോട്ടയത്തെ പ്രവർത്തനത്തിൽ വന്നവരാണെന്ന നിലയ്ക്ക് റസലിന് മുമ്പുള്ള CPM ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത്. അദ്ദേഹം സെക്രട്ടറി ആകുമ്പോൾ CPM ഇടതുപക്ഷ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിന് കമ്മിറ്റികളിലൊന്നും അധികം പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. പൊതുപരിപാടികളിലൊക്കെയാണ് പലപ്പോഴും കണ്ടുമുട്ടുന്നത്. അങ്ങനെയുള്ള പരിപാടിയെല്ലാം സന്ദർഭമെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട മുഖ്യ പാർട്ടിയുടെ ചുമതലക്കാരനിലേക്ക് ആ സംഘടനത്തിന് നേതൃത്വം കൊടുക്കുക ഇതിനപ്പുറം ഇതെല്ലാം താനാണ് നടത്തുന്നത്, തൻ്റെ നേതൃത്വത്തിലാണ് എന്നൊരു ഭാവത്തോടുകൂടിയുള്ള പെരുമാറ്റമൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പോലെ പാർട്ടി ഏതാനും രാഷ്ട്രീയ പ്രവർത്തകരോടുള്ള ഒരു പൊതു മര്യാദ, ബഹുമാനം, പ്രതിപക്ഷ ബഹുമാനം അത് വെച്ചുപുലർത്തുന്നതിൽ റസൽ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തെ സമീപിച്ചിട്ടുള്ള പല ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തെ സമീപിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നടത്താവുന്ന കാര്യമുണ്ടെങ്കിൽ നടത്തും, നടക്കില്ലെങ്കിൽ നടക്കില്ല. അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആണ് പറഞ്ഞു വിടാറുള്ളത്. അതല്ലാതെ ഇതെല്ലാം നടത്തി തരാം എന്ന് പറഞ്ഞ് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് കേവലം ഒരു നിലപാട് സ്വീകരിച്ച് പെരുമാറുന്ന ശൈലിയല്ലായിരുന്നു. പ്രശ്നങ്ങളെ എങ്ങനെയാണ് കണ്ടത്? ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് പല ഘട്ടങ്ങളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ ചർച്ചകളിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പരമാവധി അത് സമീപനമായി പൂർത്തീകരിക്കാൻ, എല്ലാവർക്കും തൃപ്തികരമായ നിലപാടെടുക്കാൻ എല്ലാം ശ്രമിച്ചിട്ടുള്ള ലീഡർഷിപ്പ് ആയിരുന്നു സഖാവ് എ വി റസലിൻ്റെ.
ജില്ലയിലെ CPM-നെ ശക്തമായ പ്രസ്ഥാനമാക്കി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സംഘടനാ പഠനവും സഹായിച്ചിട്ടുണ്ട്. ബഹുജന സംഘടനാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തനം, തുടർന്ന് തൊഴിലാളി രംഗത്ത് നടത്തിയ പ്രവർത്തനം, അതിലൂടെയെല്ലാം അദ്ദേഹം ആർജിച്ച സംഘടനാ പാഠമാണ് ഇതുപോലൊരു മുഖ്യ ചുമതലയിൽ ഉയർന്നു വരാൻ അദ്ദേഹത്തിനെ പ്രാപ്തരാക്കി. വലിയ ഒരു നേതൃത്വ നിലയുള്ള ഒരു പാർട്ടി താരതമ്യേന വലിയ പ്രായമില്ലാത്ത ഒരു സഖാവ് റസലിന് ആ നേതൃത്വത്തിലേക്ക് വരാൻ കഴിഞ്ഞത് അദ്ദേഹം തീർച്ചയായിട്ടും അതിന് യോഗ്യനെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. അത് കേവലം ആരെങ്കിലും ബോധ്യപ്പെടുത്തിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ CPM നേതൃത്വത്തിന് ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടതോ ചുമതലപ്പെട്ടതോ. അങ്ങനെ സംഘടനാ രംഗത്ത് കാർക്കശ്യത്തോടുകൂടി ഇടപെടേണ്ട പ്രശ്നത്തിൽ അകലി, അല്ലാതെയുള്ള പ്രശ്നങ്ങളിൽ ആ രീതിയിലുള്ള ഇടപെടാൻ അദ്ദേഹം ശ്രമിച്ചു. ഇവിടെ വാസവൻ ചൂണ്ടിക്കാണിച്ച പൊതുപ്രശ്നങ്ങളിൽ, ദുരിതമുഖങ്ങളിൽ, സംരംഭങ്ങളിൽ എല്ലാ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായി. ചില സന്ദർഭത്തിൽ പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്, ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. നിരന്തരമായി ബഹുജന സംഘടനാ രംഗത്ത് അദ്ദേഹത്തിന് സജീവ സാന്നിധ്യമുണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഗുരുതരമായ രോഗം ബാധിച്ച് അദ്ദേഹം വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് പോയി. തീർച്ചയായിട്ടും അത് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരിടത്തരം കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. അവിടെ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമൊന്നും നേരിട്ട് അലട്ടിട്ടുള്ള ഒരാളായിരുന്നില്ലെങ്കിൽ പാവപ്പെട്ടവരോട്, നീതി നിഷേധിക്കപ്പെട്ടവരോടെല്ലാം വലിയ അനുഭവവും അടുപ്പുമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ സഖാവ് റസൽ അത്തരം പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ആ നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അങ്ങനെ എൻ്റെ പാണ് ജില്ലയിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിനാണ് അവസരം ലഭിച്ചത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അനുകരണീയമായ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ശ്രമിച്ച ആളാണ്. അത് ജയിക്കുകയും ചെയ്തു. ആ നിലയിലെല്ലാം വിജയിച്ച് പ്രവർത്തിച്ച് ജില്ലയിലെ പാർട്ടിയുടെ മുഖ്യ സംഘാടക നേതാവായി തീർന്ന റസലിൻ്റെ അകാലത്തിലുള്ള ഇതിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അതിൽ കൂടുതൽ വലിയ നഷ്ടം CPM-നുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്, പൊതു രംഗത്തിനുണ്ട്. ആ നഷ്ടത്തിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അനുശോചന രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ലീഗിൻ്റെ നേതാവ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, അതുപോലെ ഇവിടെയുള്ള സഹപ്രവർത്തകരെ, നമ്മളിവിടെ റസലിൻ്റെ വിയോഗത്തെപ്പറ്റി ഇവിടെ ഓരോരുത്തരും പറയുകയുണ്ടായി. അദ്ദേഹം എത്രമാത്രം ജനകീയനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ശവദാഹ ചടങ്ങിന് കൂടിയ ആൾക്കാർ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചങ്ങനാശ്ശേരിയിൽ പോയി കാണുകയുണ്ടായില്ല. ആദ്യം ഓഫീസ് CPM-ൻ്റെ ഓഫീസിൽ വെച്ച്. അത് കഴിഞ്ഞ് ഒരു രാത്രിയായപ്പോൾ ഞങ്ങളുടെ പണക്കാട്ട് തങ്ങൾ മുനവറയിൽ തങ്ങൾ വരികയുണ്ടായി. അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ രാത്രിയിൽ പോലും ഏതാണ്ട് 12 മണിയോളമായി. ആ രാത്രിയിൽ പോലും എത്രമാത്രം ജനങ്ങളായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിൽ എത്രമാത്രം പ്രിയങ്കരനായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാരെ ഇന്ന് ഈ കാലത്ത് നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു റസൽ. എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹവുമായിട്ട് വളരെ
വലിയ അടുപ്പമൊന്നുമില്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് തമ്മിൽ അറിയുകയൊക്കെ ചെയ്യാറുണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അദ്ദേഹം രാഷ്ട്രീയ മാന്യത അതുപോലെ പ്രതിപക്ഷ ബഹുമാനമുള്ള ആളായിരുന്നെന്നുണ്ട്. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു തവണ ഒരു DYFIയുടെ പ്രകടനം നടക്കുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ കുറേ ഫ്ലെക്സ് ബോർഡുകൾ ആ റോഡ് സൈഡിലുണ്ടായിരുന്നത് അത് അവരെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയും ഞങ്ങളുടെ ഒരു കൊടി 1-2 അടി. ഞാനത് ഒരു 7 മണി സമയത്തായിരുന്നു ആ സംഭവം നടന്നത്. അപ്പോൾ തന്നെ എന്നോട് ഞങ്ങളുടെ അവിടുത്തെ നേതാക്കൾ വിളിച്ചു പറഞ്ഞു, നമ്മൾ അവരുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ അവർ നമ്മുടെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം എടുത്ത് മാറ്റിയത്. ഞാൻ ഉടനെ തന്നെ റസലിനെ വിളിക്കുകയും അത് കാണിച്ച് ശരിയായില്ലെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം തന്നെ അദ്ദേഹം അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന രാജേഷിനെ വിളിച്ച് അത് അന്വേഷിക്കണമെന്നും അതുപോലെ അത് മാറ്റി ആ ഫ്ലെക്സ് ബോർഡ് അവിടെ എത്തിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. അത്രമാത്രം മാന്യത കാണിക്കുന്ന ഒരു നേതാവായിരുന്നു റസൽ. അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെയധികം വേദനാജനകമാണ്. ആ വേദനയിൽ ഞാനും എൻ്റെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പങ്കുചേർന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോടുമുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൽ ഡാൻ. ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും വിളിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ശ്രീ A.V. റസലിൻ്റെ വിയോഗത്തിലുള്ള കോട്ടയം ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഏകദേശം ഒരു 3 വർഷക്കാലമായിട്ടുള്ള അടുപ്പമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞാൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായി വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹവുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ളത്. പാർട്ടിയുടെ ഒരു സൈദ്ധാന്തികതയ്ക്കൊപ്പം പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവ് കൂടിയാണ് അദ്ദേഹം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ആ ഒരു ഇടപെടലിലൂടെയാണ്. സുരേഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാർക്കശക്കാരനാണെന്ന് തോന്നുമെങ്കിലും അടുത്തിടപഴകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാര രീതി എനിക്ക് ഒരുപാട് ആകർഷണമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിനുണ്ട് ചർച്ചകളിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രസ് ക്ലബ്ബിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പ്രായത്തിൻ്റെ അത്രയും പ്രായോഗിക രാഷ്ട്രീയത്തിൽ എനിക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ തമ്മിൽ ആശയപരമായിട്ടുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടാവും, അതെല്ലാം ഏത് വേദിയിലാണോ നമുക്ക് ഒന്നിച്ച് അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരമുള്ളത്, അവസരത്തിൽ സൗമ്യമായ രീതിയിൽ നമ്മുടെ ആശയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുക, അതിനുശേഷം സൗഹൃദപരമായിട്ട് പിരിയുക എന്നാണ് അന്ന് പ്രസ് ക്ലബ്ബിൽ വെച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ വളരെ മനസ്സുകൊണ്ട് ഞാനത് അംഗീകരിച്ച ഒരു കാര്യമാണ്. അന്ന് ആ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൈ തരുന്നു. ആ ഒരു ഫോട്ടോയാണ് പിറ്റേ ദിവസത്തെ മാധ്യമങ്ങളിലെല്ലാം വന്നത്. അത്രയ്ക്ക് സൗമ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റം അന്ന് അവിടെ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്കും കുടുംബത്തിനും വന്നിരിക്കുന്ന വിയോഗത്തിൽ പങ്കുചേർന്നുകൊണ്ട് അതിനെ മറികടക്കാനുള്ള ശേഷി ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള ആ ഒരു വിയോഗം അനുസ്മരണം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ മന്ത്രി വാസൻജി, വേദിയിലെ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ദീർഘമായ പരിചയം ഞാനും അദ്ദേഹവുമായിട്ടായിരിക്കാം. ഇവിടെ ചിലർ പറഞ്ഞ് കർക്കശക്കാരനായ റസലെന്ന്. പക്ഷെ ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആരംഭത്തിൽ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്ത ആളെ കർക്കശക്കാരനായ സഖാവ് VRV ആയിരുന്നു. ആ VRV ആണ് പിൽക്കാലത്തെ ബഹുമാനപ്പെട്ട വാസവൻജിയെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് കാര്യം ഏൽപ്പിച്ചാലും ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്, ഞാൻ ചിലപ്പം വഴക്ക് പറയുമെന്ന്. അതുപോലെ ഈ റസലിനെയും ഞാൻ ഓർക്കുന്നത് പലപ്പോഴും വഴക്ക് പറയുമായിരുന്നു. പക്ഷേ ആത്മാർത്ഥമായി സ്നേഹിച്ച് വളർച്ചയ്ക്കുള്ള എല്ലാവിധ വഴികളും തുറന്നു കൊടുത്തുകൊണ്ട് കർക്കശക്കാരനായിട്ട് കൊണ്ടുവന്ന VRVയുടെ മുമ്പിൽ നിന്നും നേരെ ബഹുമാനപ്പെട്ട വാസവൻ്റെ അടുക്കലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് കൂടെ വന്നപ്പോൾ കർക്കശവും സൗമ്യതയും കൂടെ ഒരുമിച്ച് ചേർന്നൊരു മുഖമായിട്ട് കൺവേർട്ട് ചെയ്തു. കാരണം കർക്കശക്കാരനായിരുന്നു. ഞാൻ ഓർക്കുന്നു, VRV മരിച്ചെന്ന് ടൗൺ ഹാളിൽ
രാത്രി 11 ഞാൻ പറഞ്ഞു, റസലെ ഞാൻ പോകുന്നു, വീട്ടിൽ പോകണം, രാത്രിയായി. കുര്യൻ സാറ് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ രാവിലെ 9 വരുമ്പോൾ ആ ചെറുപ്പക്കാരോട് ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ പോയില്ലേ? എന്നോട് ചോദിച്ചു, ഈ കാലങ്ങൾ മുഴുവൻ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിച്ച് ആരുമില്ലാത്ത ആ മനുഷ്യനെ ഞങ്ങളെപ്പോലെ ആൾക്കാരെ ഒരു ദിവസം ഉറക്കളച്ച കുര്യൻ സാറെ നഷ്ടമാണെന്നാണ് ചോദിച്ചത്. ഞാൻ ആലോചിച്ച് നോക്കുന്നു, ഞാൻ 11 മണിക്ക് വിരിഞ്ഞു പോകുന്ന അവസരത്തിൽ അവിടെ ശവമഞ്ചത്തിനടുത്തിരിക്കുന്ന ആ ടൗൺ ഹാളിലിരിക്കുന്ന ബഹുമാനപ്പെട്ട റസലെ തിരിച്ച് ഞാൻ പിറ്റേ ദിവസം 8 മണി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ തന്നെ ഉണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായ കുടിക്കാൻ പോയി കാണും. പക്ഷേ ഒരു കാര്യം ഏറ്റെടുത്താൽ അതിനോട് ഏറ്റവും കൂടുതൽ പ്രതിജ്ഞാബദ്ധത്തോടുകൂടി കാര്യങ്ങൾ നടത്തുമായിരുന്നു. കാരണം എന്താ ചോദിച്ചാൽ, ഒന്നുകൂടെ പറയുന്നു, പലരും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച് അവരുടെ പിൻഗാമികളായിട്ട് വന്നവരായിരിക്കാം. പക്ഷേ UDF കുടുംബത്തിൽ ജനിച്ച് ഒരു കോൺഗ്രസ് നേതാവായിരുന്ന അഡ്വക്കേറ്റ് AK വാസപ്പൻ സാറിൻ്റെ പുത്രനായി ജനിച്ച് സമ്പന്ന കുടുംബമായിരുന്നു ആഞ്ഞിലിമുട്ടി കുടുംബം തെങ്ങണായിൽ. നിങ്ങൾ പറയും ചവടക്കിന് പോയി കണ്ടു, ആ വീടിൻ്റെ ഇരുവശത്തെ സ്ഥലങ്ങൾ മുഴുവൻ അവരുടെയായിരുന്നു. അതിപ്പോഴും പിന്നെ വാടകൾ വളരെയധികം കിട്ടുന്നുണ്ട്. പക്ഷേ കയ്യിൽ കറവറ്റിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബഭാര്യ മുമ്പിലും അതുതന്നെയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു വാസപ്പൻ സാറും കർക്കശക്കാരനായിരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, അന്ന് SNDPക്ക് ഒരു വാടക മുറിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ മുറി കാണുമായിരുന്നു. MK രാഘവൻ വക്കീല്, SNDPയുടെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ മന്ത്രി, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ തിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ. അതോടൊപ്പം തന്നെ ദിനേശ് അണ്ണനും പരാശശി അണ്ണനും ഇവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത ചെറുപ്പക്കാരൻ കോളേജ് പഠനകാലത്ത് CPIയുമായിട്ട് M-ആയിട്ട് യോജിച്ചതിന് ശേഷം അങ്ങോട്ട് വന്നതിന് ശേഷം അടി പതറാതെ അതിലൂടെ മുൻപോട്ട് പോയി ലാഭേച്ഛ നോക്കാതെ ആ പ്രസ്ഥാനത്തെ പഠിച്ച് മുൻപോട്ട് വന്ന് ഒരു സൈഡിൽ കർക്കശക്കാരനും മറു സൈഡിൽ തന്ത്രശാലിയുമായി മാറിക്കൊണ്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ആ ചെറുപ്പക്കാരൻ ഇന്ന് ഒരു മാതൃകാപുരുഷൻ ഞാൻ പറയും. കാരണം വീണ്ടും 10-15 വർഷം കൂടെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരുന്നു. പലതും ആയിത്തീരേണ്ടതായിരുന്നു. അതിന് അവസരമുണ്ടായില്ല. എങ്കിൽ പോലും അദ്ദേഹം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരനും ഒരു മാതൃകയായിരുന്നു ഞാൻ പറയുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, പലരും സംസാരിക്കാനുണ്ട്. ഇങ്ങനെയുള്ള യോഗങ്ങളിൽ നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പാടില്ല. അടുത്ത് പുറകിരിക്കുന്ന ആൾക്കാർ പറയും ഇയാൾ കൂടുതൽ സംസാരിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുൻപിൽ ഞാൻ നമിച്ചുകൊണ്ട് പിന്നെ എൻ്റെ സംസാരം ചുരുക്കുന്നു. നന്ദി. ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസ്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ അനുശോചനം രേഖപ്പെടുത്താൻ എത്തും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ ചേട്ടൻ, ഈ വേദിയിലുള്ള മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരനായ റസലിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. റസൽ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളാണ് നാം എല്ലാവരും. റസൽ ജനഹൃദയങ്ങളിൽ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളത് റസലിൻ്റെ മരണം അറിഞ്ഞപ്പോൾ മുതൽ തടിച്ചുകൂടിയ ആബാലവൃദ്ധം ജനങ്ങൾ നെടുമ്പാശ്ശേരിയിലും DC-യിലും AC-യിലും റസലിൻ്റെ വീട്ടിലുമൊക്കെ റസലിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുന്ന ആ ഘട്ടത്തിൽ പോലും റസലിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ 100 കണക്കിന് ആളുകളാണ് ക്യൂവിൽ നിന്നത്. ആ ഒറ്റ കാര്യം മാത്രമാണ് റസല് എത്രമാത്രം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു, എത്രമാത്രം ജനങ്ങളോടൊപ്പം നിന്നവനായിരുന്നു എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ജില്ലയിലെ അമരക്കാരൻ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒന്നായി നിലനിർത്തുവാൻ അതിൻ്റെ ഘടകകക്ഷികളുമൊക്കെയായി എല്ലാവരുമായി ചേർന്ന് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ റസലിന് ഒരു പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്
പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് റസലിൻ്റെ വിയോഗം ഒരു വലിയ വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അത്തരം വിടവ് നികത്തുവാൻ ആ റസലിൻ്റെ വിയോഗത്തിൽ ദുഃഖാന്തരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോടുമുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് റസലിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. RJD ജില്ലാ പ്രസിഡന്റ് ശ്രീ ബെന്നി വിജയൻ. പ്രിയപ്പെട്ടവരെ, വളരെയേറെ തീഷ്ണതയുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ അന്ത്യത്തിൽ അനുശോചിക്കുവാൻ നാം ഇവിടെ ചേരുമ്പോൾ ശ്രീ റസൽ എത്രത്തോളം ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തിയിരുന്നു എന്നുള്ളൊരു തെളിവ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുണ്ടായ ദിനങ്ങളിൽ നാം ദർശിച്ചവരാണ്. ഇത്രയേറെ തീഷ്ണമായ കമ്മ്യൂണിസ്റ്റ് വിശ്വാസവും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തിൽ ആകർഷപ്പെട്ട് അതിലേക്ക് കടന്നു വരികയും 1000 സമര പോരാട്ടങ്ങളിലൂടെ ഈ സംഘടനയുടെ ഈ ജില്ലയിലെ തലപ്പത്തിൽ ചേരുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം മാതൃകാപരമായ ഒരു സംഘടനാ പ്രവർത്തന ഉടമയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ശ്രമിക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അകാലത്തിലെ വേർപാടിൽ RJD രാഷ്ട്രീയ ജനതാദൾ പാർട്ടിയുടെ എല്ലാവിധ ദുഃഖവും സങ്കടവും അറിയിക്കട്ടെ. ഈ പാർട്ടിക്കുണ്ടായ നഷ്ടത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടത്തിലും രാഷ്ട്രീയ ജനതാദളിലെ എല്ലാ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസ് സംസ്ഥാന നേതാവ് ശ്രീ പോൾസൺ ടീച്ചർ. ബഹുമാന്യരെ, പ്രിയ സഖാവിൻ്റെ വേർപാട് അത് അറിയുന്നത് കറുകച്ചാലിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളവിടെ എത്തി നിൽക്കുമ്പോഴാണ്, പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ്. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പല ആളുകളെയും വിളിച്ച് ചോദിക്കുന്നതിനായി ഫോൺ എടുത്തിട്ട് പോലും കൈ വിറയ്ക്കുകയും വിളിക്കാൻ കഴിയില്ല. അവസാനം ആ യോഗസ്ഥലത്തുണ്ടായിരുന്ന ശ്രീ സഖാവ് ഇവിടെയുണ്ട്, BB ശശിമോഹനാണ് ഈ വാർത്ത ശരിയാണ് എന്ന് ഞങ്ങളോട് പറയും. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലും എത്തിയിട്ടാണ് മടങ്ങുന്നത്. പ്രിയപ്പെട്ട സഖാവ് ഞങ്ങൾ പരിചയപ്പെട്ട നാൾ മുതൽ അവസാനം പങ്കെടുത്ത യോഗം ഇവിടെ ഈ വേദിയിൽ തന്നെ ഇതേ സ്ഥലത്ത് നടന്ന ഒരു യോഗത്തിലാണ്. അന്ന് ഞാനൊന്ന് നേരത്തെ പോയിക്കോട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പോകരുത്, ഈ യോഗത്തിൽ സംസാരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ട് പറഞ്ഞ് എന്നെ ഇവിടെ ഇരുത്തുകയും യോഗത്തിൽ സംസാരിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് പോകാൻ എന്നെ അനുവദിച്ച് ഞാൻ പോയത്. ഞാൻ ചില കാര്യങ്ങൾക്കായി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്, ചില ആളുകളുടെ കാര്യങ്ങൾ. ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി വേണ്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തു എന്നുള്ളത് വളരെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. മാത്രവുമല്ല, ഒരു ഉന്നത സ്ഥാനത്ത് ഒരു കാര്യത്തിന് കത്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു, കത്ത് കൊടുത്ത് വിടുകയും ഈ ആൾ കത്ത് വാങ്ങിയ ആൾ 6-ാം ദിവസമാണ് ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് 3-ാം ദിവസം സഖാവ് ആ ബന്ധപ്പെട്ട ആളെ വിളിച്ച് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ് ധരിപ്പിക്കുകയും ഇവരവിടെ ചെല്ലുമ്പോൾ തന്നെ അത് ഇന്ന പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഇവരോട് തിരിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. എൻ്റെ ഈ അവസാന ഈ 2 മാസത്തിനുള്ളിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിവിടെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നേതാക്കന്മാർ കൊടുക്കുന്ന കത്തുകൾ
അത് പല മഷിയിലുള്ള കത്തുകൾ കാണും. അതിൽ ഇന്ന മഷിയിലുള്ള കത്തി കൊടുക്കുന്ന കാര്യമേ നടക്കൂ എന്ന് നാട്ടിലെല്ലാം സംസാരമുണ്ട്. മുൻകാലങ്ങളിൽ ചരിത്രങ്ങൾ അങ്ങനെയാണ്, ഇതെന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ എനിക്ക് ആ ഒരു കത്തിൽ ഉണ്ടായ അനുഭവം, ആ ഒരു കത്തിലെ പല കാര്യങ്ങളിലും സഖാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവം ഇതാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഖാവിൻ്റെ നിര്യാണത്തിൽ CPM-നും അതേപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായ ദുഃഖത്തിലും അതേപോലെ തന്നെ അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും കോൺഗ്രസ് പാർട്ടിയുടെ അനുശോചനവും ദുഃഖവും അറിയിക്കുകയും ചെയ്തു. നമസ്കാരം. ജനതാദളിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജീവ് നെല്ലിക്കുന്ന്, അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി ഈശ്വരൻ്റെ. ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ ചേട്ടൻ, മന്ത്രി KR രാജൻ അടക്കമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ, റസലിനെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ, സഖാവ് റസലിൻ്റെ വിയോഗം സത്യത്തിൽ ഇതുവരെയും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. റസലിൻ്റെ ഭൗതിക ശരീരം കാണുവാൻ എത്തിയ ഒരാൾ പോലും മനസ്സ് വിതുമ്പാതെ പോയിട്ടില്ല. അത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വെളിവാകുന്നത്. റസലിനോടുള്ള സ്നേഹം, അദ്ദേഹത്തിന് കിട്ടിയ മരണാനന്തര ബഹുമതി, കേരളത്തിലെ പല പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി കേരളത്തിന് തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ആളുകൾ DC-യിലും ചങ്ങനാശ്ശേരിയിലും അദ്ദേഹത്തിൻ്റെ വസതിയിലുമൊക്കെ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളത് നമുക്കതിൻ്റെ ഉദാത്തമായ തെളിവാണ്. റസൽ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ഏറ്റവും നല്ലൊരു മനുഷ്യസ്നേഹിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കോട്ടയം ജില്ലയിൽ വലിയ നഷ്ടമാണ് റസലിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ മുന്നണി ഘടക കക്ഷികളെ 11 കക്ഷികളിൽ വലിപ്പച്ചെറുപ്പം നോക്കാതെ ഓരോ കക്ഷികൾക്കും അതിൻ്റേതായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് ഈ ജില്ലയിൽ ഈ മുന്നണിയെ നയിക്കുന്നതിന് വേണ്ടി വളരെ നേതൃപരമായ പങ്കുവഹിച്ച റസലിൻ്റെ വിയോഗം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്ക് അംഗീകരിച്ച് കഴിയൂ എന്നറിയാം. റസലിൻ്റെ വിയോഗത്തിൽ ദുഃഖാർത്ഥരായിട്ടുള്ള കുടുംബാംഗങ്ങളോടും പാർട്ടി സഖാക്കളോടും അതോടൊപ്പം പൊതുസമൂഹത്തോടൊപ്പം ജനതാദൾ പാർട്ടിയുടെ അനുശോചനവും ഇവിടെ രേഖപ്പെടുത്തും.